നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ്-19 എന്ന മഹാമാരി ലോകത്തെയാകെ ഭീതിയിലാക്കിയിട്ട് മാസങ്ങൾ കടന്നു കഴിഞ്ഞു. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം അമേരിക്കയായി കഴിഞ്ഞു. അവിടുത്തെ മരണസംഖ്യ ലക്ഷങ്ങൾ പിന്നിടുകയാണ്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അമേരിക്കയിൽ നിയന്ത്രണങ്ങൾക്ക് എല്ലാവിധ ഇളവുകളും നടപ്പിലാക്കാൻ പോവുകയാണ്. അതിന്റെ അർത്ഥം കോവിഡ് എന്ന വൈറസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ നിൽക്കും എന്നതാണ്. വാക്സിൻ കണ്ടുപിടിക്കുന്നത് വരെ ഈ അജ്ഞാത ശത്രു ഇവിടെ തന്നെ ഉണ്ടാകും. ചിലപ്പോൾ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി, ചിലപ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതുമാണ്. ഭയമില്ലാതെ ധൈര്യത്തോടെ തന്നെ നമുക്ക് നേരിടാൻ കഴിയും. അങ്ങനെ ഒട്ടുമിക്ക രാജ്യങ്ങളും കൊറോണ വൈറസിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ നാട്ടിലേക്ക് മടങ്ങാൻ കാത്തു നിൽക്കുമ്പോൾ ഒരു മലയാളി ചെയ്തത് വളരെയേറെ പ്രകീർത്തി നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. 3 മാസം മുമ്പ് ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ മലയാളി ഷാരോൺ വർഗീസ് ആണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ താരം. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഷാരോണിന്റെ പ്രവർത്തനങ്ങളിൽ അഭിനന്ദനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ക്രിക്കറ്റ് താരം ആദം ഗിൽക്രിസ്റ്റ്. നഴ്സിംഗ് പഠനത്തിന് ശേഷം ഷാരോണിന് സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങാമായിരുന്നു. എന്നിട്ടും കോവിഡ് കാലത്ത് അവിടെ തന്നെ സേവനം തുടരാനായിരുന്നു കോട്ടയം കുറുപ്പന്തറ സ്വദേശിയായ ഷാരോൺ തീരുമാനിച്ചത്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരുടെ ദൗർലഭ്യം നേരിടേണ്ടി വന്ന ഓസ്ട്രേലിയ രാജ്യാന്തര വിദ്യാർത്ഥികളുടെ സഹായം തേടിയിരുന്നു. ഇതിൽ മറ്റൊന്നും ആലോചിക്കാതെ ഷാരോൺ സന്നദ്ധത അറിയിച്ചു. ഓസ്ട്രേലിയയുടെ ഒപ്പമുണ്ടാകുമെന്ന് പറയുന്ന ഷാരോണിന്റെ വീഡിയോയാണ് അവരുടെ ആദരം പിടിച്ചുപറ്റിയത്. തുടർന്ന് ഗിൽക്രിസ്റ്റ് വിളിക്കുകയുണ്ടായി. ഇതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തു. സിഡ്നിക്കടുത്തുള്ള വൊലങ്കങ്ങിലെ മുതിർന്നവർക്കുള്ള നഴ്സിംഗ് ഹോമിൽ നേഴ്സാണ് ഷാരോൺ. ഇപ്പോൾ അതീവ സുരക്ഷാ മുൻകരുതലുകളോടെയാണ് ജോലിയെന്ന് ഷാരോൺ പറയുന്നു. കുവൈറ്റിൽ കോവിഡ് വാർഡിൽ ജോലി ചെയ്യുന്ന അമ്മ ആൻസിയാണ് പ്രചോദനം. അച്ഛൻ ലാലച്ചനും കുവൈറ്റിൽ തന്നെയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.